ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കർ ഇല്ലാതെയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അതും അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു 3 ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ആ ഒരു ശർക്കരൻ്റെ പകുതിയോളാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയിട്ട് നമുക്ക് ചെറിയ ചൂടിൽ വേണം അതിൽ മിക്സാക്കി എടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതവിടെ ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് 1.5 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പാക്കറ്റ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക, പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചെറിയ ചൂടിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് ലൂസായി പോകരുത്, അതുമല്ല നന്നായിട്ട് കട്ടിയായി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ ഈ ഒരു ശർക്കര ഉരുക്കിയത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു നല്ല പാത്രം എടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയ ചൂടിൽ വേണം, അതായത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പതിയെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ കുക്കറിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇതിനുള്ളിലൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കുത്തി നോക്കാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സാധാരണ ഇതിലേക്ക് നമ്മൾ കൊത്ത് തേങ്ങയൊക്കെയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്നും കൂടെ മേൽഭാഗത്തൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലത്തെ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. നല്ല ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ. ഒരു പൂതിയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്